praise His name. He fought for me on Calvary and trampled on the grave. His name is പോലെ സ്നേഹിച്ചിടാ ആവതില്ല ആർക്കുമേ അങ്ങേ പോലെ സ്നേഹിച്ചിടാ ആവതില്ല ആർക്കുമേ നമുക്കെല്ലാവർക്കും ദിവസം നമ്മൾ എഴുന്നേറ്റ് നിൽക്കാം. ആ കുഞ്ഞുങ്ങൾ കടന്നു വരുന്നല്ലോ. പ്ലീസ് എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ നന്ദി യേശുപരാ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി യേശുപരാ നന്ദി എൻ ദൈവമേ നന്ദി യേശുപരാ. ഇരിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ഈ ഫംഗ്ഷൻ നമുക്ക് ആരംഭിച്ച് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് ഇരിക്കാം.
കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തോമസ് അബ്രഹാം മുൻപോട്ട് കടന്നു വരും. നമ്മുടെ കൊല്ലകടവ് സഭയുടെ മുൻ ശുശ്രൂഷകനായിരുന്നല്ലോ. പ്രാർത്ഥനയെ സഹായിക്കും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ മക്കളായി ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ഓഡിറ്റോറിയത്തിൽ കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങൾ മുൻപേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടന്നു. അനുഗ്രഹിക്കപ്പെടുന്ന നിലയിൽ കുഞ്ഞുങ്ങൾ കർത്താവെ കുടുംബ ജീവിതത്തിൽ പ്രവേശിപ്പാൻ കർത്താവ് കൃപ നൽകി. ഒരു അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ കുടുംബം കൂടി ഭൂമിയിൽ ഉടലെടുക്കുവാൻ സ്വർഗത്തെ ദൈവം കൃപ ചെയ്തു. അതിനായി സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങൾ ഇരുവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ മാതാപിതാക്കളെ കർത്തൃകരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവകൃപ അവരുടെ മേൽ പ്രദാനം ചെയ്യണം. ഇതുവരെ ദൈവത്തിന്റെ സഹായം സാന്നിധ്യമുണ്ടായി. ഇന്ന് ഇവിടെ നടക്കുന്ന പ്രോഗ്രാമിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളതിനായി സ്തോത്രം. ഇതിന് നേതൃത്വം കൊടുക്കുന്ന അങ്ങയുടെ ദാസനായി സ്തോത്രം. ഇതിൽ സംബന്ധിക്കുന്ന അങ്ങയുടെ വിലപ്പെട്ട ദാസിദാസന്മാരെല്ലാവരെയും കർത്തൃകരങ്ങൾ സമർപ്പിക്കുന്നു. ക്ഷണിക്കപ്പെട്ട് കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങൾ സമർപ്പിക്കുകയാണ്. എല്ലാ ശുശ്രൂഷകളിലും ദൈവ സാന്നിധ്യം ഉണ്ടാകണം. ആദിയോടൊന്ന് ദൈവാത്മാവ് പരിചരണത്തേണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും അതാതിരിപ്പിടങ്ങളിൽ ഇരിക്കാം. ദൈവത്തിന്റെ മഹത്വം. നമ്മുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിവാഹം കഴിഞ്ഞ 14 തീയതി കർത്താവിന്റെ സന്നിധിയിൽ ആയിത്തീരുവാൻ ഇടയായി തീർന്നു. പ്രിയ മോൻ നീച്ചോ, മോള് ജെഫ്രി, അവരുടെ വിവാഹത്തിനും അവരുടെ വിവാഹ നിശ്ചയത്തിനും സംബന്ധിപ്പാൻ ദൈവം എനിക്കും സഹായിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സർവശക്തനായ ദൈവം കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു തന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് ഈ പ്രിയപ്പെട്ടവരോട് ചേർന്നൊരു അല്പസമയം വേർതിരിപ്പാനായിട്ടാണല്ലോ നാം കൂടി വന്നിരിക്കുന്നത്. വളരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവപാദപ്പെടുത്തലായിരിക്കാം. മനുഷ്യൻ ഏകനായിരിക്കുന്നതെന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മെ മനസ്സിലാക്കി തരികയും കർത്താവ് തന്നെ സ്ഥാപിക്കുകയും ചെയ്ത ഈ വിവാഹ ശുശ്രൂഷ ഞാൻ സംബന്ധിച്ചു. നിങ്ങൾക്കും ഈ പ്രിയമുള്ളവരോട് ചേർന്ന് അല്പസമയമായിരിക്കാൻ കൃപയിരുന്നതിനോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് ആശംസകൾ അറിയിപ്പാൻ പല പ്രിയമുള്ളവരുടെയും പേരുകൾ എൻ്റെ കയ്യിൽ ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം നാം കടന്നു പോകുന്നതിന് മുമ്പ് ദൈവവചനത്തിൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിയും ഈ കുഞ്ഞുങ്ങളോടുള്ളതായ അവരുടെ കടപ്പാടുകളെക്കുറിച്ചൊക്കെ. എനിക്ക് തോന്നുന്നു ഇവരുടെ വിവാഹ ശുശ്രൂഷയിൽ അതൊന്നും നടന്നില്ല. എന്നാൽ അല്പമായിട്ടൊക്കെ അവരെ പറഞ്ഞു മനസ്സിലാക്കണം. പാസ്റ്ററിന്റെ മകളാണ്, അറിയാം. വളരെ ആത്മീയ പശ്ചാത്തലത്തിലും പാരമ്പര്യത്തിലും ഉള്ള മക്കളുമാരാണ് രണ്ടുപേരും ആയിരിക്കുന്നത്. അവരോട് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ തന്നെയും ഈ പുതുമോടിയിൽ ചിലതൊക്കെ പറയുന്നത് അവരുടെ ഹൃദയത്തിൽ മായാതെ കിടക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ളതായ കാര്യങ്ങളും ഉണ്ടാവും. ഇന്ന് പകലിൽ ഈ ഓഡിറ്റോറിയത്തിനുള്ളിൽ സന്നിഹിതരായിരിക്കുന്ന വാത്സല്യ മക്കൾ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ ബന്ധുക്കൾ, ചാർച്ചക്കാർ, സ്നേഹിതർ, ബഹുമാന്യരായ കർത്തൃദാസന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. നല്ല പാട്ടുകളൊക്കെ പാടിക്കൊണ്ടിരുന്ന പ്രിയ ആൽവിൻ ടീം, അവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മധ്യത്തിലെ വീഡിയോഗ്രാഫേഴ്സായിട്ട്, ഫോട്ടോഗ്രാഫേഴ്സായിട്ട് പ്രിയമുള്ളവരുണ്ട്, അവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഞാൻ ക്രിസ്തുവിൽ വന്ദനം ചെയ്യട്ടെ. ആമൻ. പ്രാരംഭമായിട്ട് കർത്തൃദാസന്മാർ മുൻപോട്ട് വന്ന് ആമൻ ചുരുക്കം വാക്കുകളിൽ ആശംസകൾ അറിയിക്കും. അതിനുശേഷം ബിറ്റ്വീൻ വചനം ശുശ്രൂഷയും ഉണ്ടാവും. ഇത് വൈൻഡപ്പ് ചെയ്യേണ്ടുന്ന സമയം എനിക്കറിയാം. അധികം മുൻപോട്ട് പോകാതെ വണ്ണം കാര്യങ്ങളെല്ലാം ക്രമീകരിപ്പാൻ കർത്താവിൽ ആശിക്കുന്നു. പ്രാർത്ഥനാപൂർവ്വം ദൈവം സംസാരിക്കാം. പ്രാരംഭമായിട്ട് കർത്തൃദാസന്മാർ പ്രിയ MY ഷാജി, ജോസഫ് മാനുവൽ, ഇവരൊക്കെ കൊല്ലകടവ് സഭയുടെ മുൻകാല ശുശ്രൂഷകന്മാരാണ്. പ്രാരംഭമായി അവർക്ക് ആശംസയ്ക്കുള്ള സമയം വേർതിരിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം കഴിഞ്ഞ ദിവസം നടക്കുവാനിടയായിത്തീർന്നു. ഈ ഫംഗ്ഷനിൽ കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർക്കും ഇരുഭവനത്തിലുള്ള മാതാപിതാക്കൾക്കും, പ്രിയ ലിജോ, പ്രിയ ജെഫറി, പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്തും കർത്താവിനെ സ്തുതിക്കുകയാണ്, കർത്താവിനെ വാഴ്ത്തുകയാണ്. 2018 മുതൽ 2022 വരെ കൊല്ലകടവ് അസംബ്ലി സബ്കോഡ് സഭയിൽ ശുശ്രൂഷിപ്പാൻ ദൈവമായ കർത്താവ് അവസരമൊരുക്കി.
പ്രിയ ജയ്പാശ്രയും മിനിസിസ്റ്ററേയും ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. അന്ന് ഞാനിവിടെ കടന്നു വരുമ്പോൾ പ്രിയ ജെഫ്രി BSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ കോഴ്സ് കംപ്ലീറ്റ് ആക്കുവാൻ സർവശക്തനായ ദൈവം പ്രിയമകളെ കർത്താവ് സഹായിച്ചു. എടുത്തു പറയപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നല്ല സാക്ഷ്യത്തോടെ, നല്ല മാതൃകയോടെ, ചില ആഴ്ചകളൊക്കെ അന്ന് ഞാൻ ആയിരിക്കുമ്പോൾ സഭയിൽ കടന്നു വരുത്തുള്ളൂ എങ്കിൽ തന്നെയും നല്ല ആത്മീയ പൈതൃകമുള്ള, അനുഗ്രഹിക്കപ്പെട്ട മാതൃകയുള്ള, നല്ല സാക്ഷ്യം ജീവൻ നയിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രിയ മകളാണ് ജെഫ്രി എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. 4 വർഷം ഈ ദേശത്തായിരുന്നപ്പോൾ മാന്യമായ നിലയിൽ ദൈവദാസന് കുടുംബത്തിന് കൊടുക്കേണ്ട റെസ്പെക്ട്, ബഹുമാനം കൊടുക്കുവാൻ പ്രിയ മകളെ കർത്താവിടുന്ന് സഹായിച്ചു. പ്രിയ ജയ്പാസ്റ്ററെ ഓർത്തും മിനിസിസ്റ്ററെ ഓർത്തും കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രിയ ജെഫ്രിയുടെ വലിയപ്പച്ചൻ വലിയമ്മച്ചി നിത്യതയിൽ വിശ്രമിക്കുന്നു. ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് മോശമാണ്. ഈ കൊല്ലകടവ് അസംബ്ലി ഗോഡ് സഭയിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സാക്ഷ്യത്തോടെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്ന ആ മാതാപിതാക്കൾ നിത്യതയിൽ വിശ്രമിക്കുന്നെങ്കിലും തലമുറകളെ മറന്നുകളയാത്ത നല്ല ദൈവത്തിന്റെ വിടുതലും വിശ്വസ്തതയും പ്രിയ ജയ്പാസ്റ്ററോട് കുടുംബത്തോട് കൂടെ ഇരുന്ന് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി, വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമായി ശ്രേഷ്ഠമായി നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തകൾക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്, കർത്താവിനെ വാഴ്ത്തുകയാണ്. വിശേഷ ലിജോയെയും ജെഫ്രിയെയും അവരുടെ കുടുംബജീവിതത്തിൽ അവർക്ക് ലഭിക്കേണ്ട എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും മാന്യതയും ശ്രേഷ്ഠതയും ദൈവം അവർ കൊടുത്ത് ദൈവം അവരെ ആദരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഇപ്പോൾ ഞാൻ പ്രതിദാനം ചെയ്യുന്ന മൈനാപ്പള്ളി അസംബ്ലി ഗോഡ് സഭയുടെയും എല്ലാവിധമായ മംഗള ആശംസകളും അറിയിച്ചുകൊണ്ട് ദൈവസല്ലായിരിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനിവിടെ ഇരുന്നപ്പോൾ ഒരു 25-26 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊന്ന് തിരിഞ്ഞു നോക്കുകയായിരുന്നു. ഇന്നെനിക്ക് മോളുടെ പേര് ഓർമ്മയില്ലായിരുന്നു. ഇവർ പറയുമ്പോഴാണ് അറിയുന്നത്. ജെഫ്രി, അതുപോലെ ബിജോയ് അല്ലേ? സ്തോത്രം. ദൈവം നിങ്ങളെ ഒരു പുതിയ കുടുംബത്തിലേക്ക് പ്രവേശിപ്പിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ക്രിസ്തീയ ശുശ്രൂഷയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ഞാനൊക്കെ വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ കൊല്ലകടവ് സഭയുടെ ശുശ്രൂഷകനായിരിക്കാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. അന്ന് ഞങ്ങൾ പറയുന്നത് കൊച്ചാലുമൂട്ടിലെ ഉണ്ണിച്ചായൻ്റെ വീട് അല്ലെങ്കിൽ അമ്മണിയമ്മാമ്മയുടെ വീട്. ജയ് അന്നൊരു പാർശ്വമല്ലായിരുന്നു. തനിക്കൊരു അന്ന് ജോലി വിട്ടിട്ട് ജോലി ഉണ്ടായിരുന്നു. അവർ കുടുംബമായി ഇവിടെ പാർക്കുമ്പോൾ ഞാൻ ഒരുപാട് സമ്മർദ്ദം ജയ്ക്ക്, ഇന്ന് ജയ്ന്ന് പറയുന്നത് തെറ്റാണ്, ജയ് പാർശ്വക്ക് കൊടുത്തിട്ടുണ്ട്. ദൈവവചനം പഠിക്കണം, ഒരു ശുശ്രൂഷകനായി തീരണം എന്ന് ഞാൻ അന്ന് ഒരുപാട് സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. അന്ന് എന്നോട് പറയും, സമയം വരുമ്പം എന്ന് കർത്താവിന്റെ ദാസൻ പറയാനിടയായി. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കാലങ്ങൾ കഴിഞ്ഞുപോയി. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ വചനം പഠിക്കുവാനും കർത്താവിന്റെ വേലയിലായിരിക്കാനും ഇപ്പോൾ ഞങ്ങൾ പലരുമായിരിക്കുന്ന കായംകുളം സെക്ഷനിലെ ഒരു ശുശ്രൂഷകനായിരിക്കാനും കർത്താവ് തനിക്ക് ഭാഗ്യം നൽകി. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് ജിയുടെ കുടുംബം. കർത്താവിന്റെ ദാസി, അതുപോലെ 2 കുഞ്ഞുങ്ങൾ. അവരെ ഒന്നും കണ്ടാൽ അത്രയ്ക്ക് ശരിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, ഇത്രത്തോളം ദൈവം ഉയർത്തി അനുഗ്രഹിച്ച എല്ലാ വിധങ്ങളെയും ഓർക്കുകയാണ്. അന്നൊക്കെ ഇരിക്കുമ്പോൾ ഈ മക്കൾക്കൊക്കെ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സ്തോത്രം. അതിന്റെയൊക്കെ ഫലം ഇന്നിങ്ങനെ സ്റ്റേജിൽ കാണാൻ കർത്താവ് കരുണ ചെയ്തല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി കർത്താവിന് സാക്ഷ്യം വഹിക്കുന്ന, കർത്താവിന്റെ ഉദ്ദേശങ്ങൾ
നിർവഹിക്കുന്ന ഒരു കുടുംബമായി നിങ്ങൾ ജീവിച്ച് അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ദൈവസന്നിധിയിൽ ആശംസിക്കുന്നു. നമുക്കറിയാം, ഈ കാലങ്ങളിൽ നിസ്സാരം പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപാട് കുടുംബ ബന്ധങ്ങൾ, കുടുംബജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നിങ്ങളുടെ സാക്ഷ്യത്തിലൂടെ, നിങ്ങളുടെ ജീവിതത്തിലൂടെ യേശു കർത്താവ് ജീവിക്കുന്ന ദൈവം എന്ന് തെളിയിക്കുവാൻ സർവശക്തിയുള്ള ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും എല്ലാ ആശംസകളും അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. കർത്താവിന്റെ ദാസനോട് നന്ദി അറിയിക്കുന്നു. നന്മകളാ ഓരോന്നും ഓർക്കുമ്പോൾ ഉള്ളത്തിൻ ആഴങ്ങളിൽ നല്ലുറവയാ സ്തോത്രഗീതം എന്തെല്ലാം നന്മകളാ ഓരോന്നും ഓർക്കുമ്പോൾ ഉള്ളത്തിൻ ആഴങ്ങളിൽ നല്ലുറവയാ സ്തോത്രഗീതം അനർത്ഥങ്ങൾ അസംഖ്യം എന്ന് തോന്നുമ്പോ ജീവത്താതന്റെ കരങ്ങളാ നന്മയ്ക്കായവ മാറിടും നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യം എന്ന് തോന്നുമ്പോൾ ജീവത്താതന്റെ കരങ്ങളാ നന്മയ്ക്കായവ മാറിടും ദോഷമാ യാതൊന്നും ഭവിക്കാതെ കാക്കും താൻ എന്തെല്ലാം നന്മകളാ ഓരോന്നും ഓർക്കുമ്പോൾ ഉള്ളത്തിൻ ആഴങ്ങളിൽ നല്ലുറവയാ സ്തോത്രഗീതം എന്തെല്ലാം നന്മകളാ ഓരോന്നും ഓർക്കുമ്പോൾ ഉള്ളത്തിൻ ആഴങ്ങളിൽ നല്ലുറവയാം സ്തോത്രഗീതം അർഹിക്കാത്ത നന്മകളും
ദയാനിധേ യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു. കർത്തൃദാസന്മാരുടെ ഒരു വലിയ നിര തന്നെ നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രിയമുള്ളവർക്കെല്ലാം ഒന്ന് രണ്ട് വാക്കുകളിലെങ്കിലും ഒരു ആശംസയ്ക്ക് സമയം കൊടുത്തില്ലെങ്കിൽ അതൊരു പോരായ്മയാകൊണ്ട് കർത്തൃദാസന്മാരെ ഞാൻ പിന്നെയും ക്ഷണിക്കുന്നു. കർത്താവിൻദാസൻ സജി അബ്രഹാം, കർത്താവിൻദാസൻ റജി കല്ലുമല, ഈ പ്രിയമുള്ളവർ ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ ആശംസകൾ അറിയിക്കും. കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയോടും ഉടമ്പടിയോടും ഉഭയസമ്മതത്തോടും കൂടെ കർത്താവിൻദാസന്മാരുടെ അനുഗ്രഹത്താൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച നിങ്ങളെ സർവശക്തനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുകയും നിങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും സുഗന്ധപൂർണമായി ചേരുവാൻ കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിനും പ്രസിദ്ധിക്കും കാരണമായി ചേരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ജയ് പാസ്റ്ററെ കുടുംബമായി ഏകദേശം 10 വർഷത്തിൽ അധികമായുള്ള പരിചയവും സ്നേഹബന്ധവുമുണ്ട്. ഈ ദേശത്ത് ഞാൻ വന്ന സമയം മുതൽ കൊല്ലങ്കോട് അസംബ്ലീസ് ബോർഡ് സഭയുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയം ഈ കുടുംബത്തെ, വിശേഷാൽ കുഞ്ഞുങ്ങളെ, അവരുടെ സ്വഭാവത്തെ സസൂക്ഷ്മം വീക്ഷിച്ച ഒരാളാണ് ഞാൻ. അവരുടെ ജീവിതത്തിലെ വിനയം, താഴ്മ, പ്രാർത്ഥനാ ജീവിതം, ആരാധനാ സ്വഭാവം, ഇതൊക്കെ എടുത്തു പറയേണ്ടതാണ്. ഞാനിവിടെ വരുമ്പോൾ മൂത്തമോൾ അവൾ CMC വെല്ലൂരിൽ പഠിക്കുകയും അതിനുശേഷം ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആ കുഞ്ഞ് ആരാധനയ്ക്ക് വരുന്ന സമയം അതൊരു പ്രത്യേക അനുഭവമാണ്. അവൾ മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ശക്തമായി ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ പ്രിയ ജെഫ്രി, അവളുടെ ജീവിതത്തിൽ കർത്താവിനെ വളരെ ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്നത്, നല്ലൊരു പാട്ടുകാരിയാണ് അവൾ. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പാട്ട് വളരെ സ്വരശുദ്ധിയോടെ പാടുവാനുള്ള ഒരു കഴിവ് കർത്താവ് കുഞ്ഞിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അനുഗ്രഹമായ നിലവാരത്തിൽ മറ്റുള്ള പല തലമുറകളിൽ നിന്നും വ്യത്യസ്തമായി, വളരെ വ്യത്യസ്തമായി പലരെയും വീക്ഷിച്ചിട്ടുണ്ടെന്നാൽ ഇവരുടെ സ്വഭാവത്തെ വളരെ വ്യത്യസ്തമായ ഒരു കോണിൽ നിന്ന് കണ്ട് അവരെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച നിങ്ങൾക്ക് സർവശക്തനായ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും സ്വർഗത്തിൽ നിന്ന് ദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു മാതൃകയായി കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ അവസരം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും ഞാൻ ശുശ്രൂഷിക്കുന്ന കായംകുളം സെക്ഷനിലുള്ള പള്ളിക്കൽ ദൈവസഭയുടെയും ആയതുപോലെ ഞങ്ങളുടെ സെക്ഷനിലെ ഒരു കർത്താവിന്റെ ദാസനാണല്ലോ പ്രിയ ജെഫ്രിയുടെ പിതാവും കുടുംബവും. ഞങ്ങളുടെ കായംകുളം സെക്ഷനിലുള്ള ചാരിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലുള്ള എല്ലാ പ്രാർത്ഥനയും
അനുമോദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സമയം അനുവദിച്ചു തന്ന് കർത്തൃദാസന് വിശേഷാൽ നന്ദി പറയുന്നു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധനായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു റിസപ്ഷൻ വേദിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ജയ്പാസയും കുടുംബത്തെയും ദൈവമായ കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ചു. അവരെ വഴി നടത്തി ദൈവത്തിൻ്റെ സ്നേഹത്തെയും കരുതലിനെയും ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. ദീർഘവർഷങ്ങളുടെ ബന്ധം എനിക്കും പറയാനുണ്ട്. വളരെ സ്നേഹത്തോടെ ആമേൻ കഴിഞ്ഞ നാളുകളിൽ സഹകരിപ്പാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്തു. അദ്ദേഹത്തിന് ദാനമായി കൊടുത്ത 2 കുഞ്ഞുങ്ങൾ, പ്രൈസ് ദി ലോർഡ്, അവരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വളർത്തിയെടുപ്പാനും പഠിപ്പിക്കുവാനും അവരുടെ ഭാവി കാര്യങ്ങളെല്ലാം തക്ക സമയം ദൈവം ചെയ്തെടുപ്പാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ ദിവസം ഈ ഇളയ മകളുടെ വിവാഹം ഡൽഹിയിൽ അനുഗ്രഹത്തോടെ നടപ്പാൻ തക്കൊണ്ടമിടയായി തീർന്നു. ഞങ്ങൾക്കും ആമേൻ പ്രാർത്ഥിക്കുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. കുടുംബജീവിതം ഏറ്റവും ധന്യമായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവിധ ദൈവിക അനുഗ്രഹങ്ങളും ഇവരുടെ മേൽ ധാരാളമായി പകർന്ന് സ്തോത്രം അനുഗ്രഹത്തോട് മുന്നേറുവാൻ ദൈവമിടയാക്കട്ടെ. ആമേൻ. ഇന്നത്തെ ദിവസം എനിക്കും പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ കുഞ്ഞിന്റെ വിവാഹം നടന്നിട്ട് 2 വർഷം പൂർത്തിയായ ദിവസമാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം ആമേൻ 2 ഭവനത്തിനും അനുഗ്രഹമായി മുന്നേറുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ദൈവസേനയുന്നു. താങ്ക് യു ഭാഷ. തുടർന്ന് കർത്താവിന്റെ ദാസൻ ഭാഷ തോമസ് എബ്രഹാം, അതിനുശേഷം ഫാസ്റ്റർ രാജൻ എബ്രഹാം, കായകുളം സെക്ഷന്റെ സെക്രട്ടറി. ഈ പ്രിയപ്പെട്ടവർ മുൻപോട്ട് കടന്നു വന്ന് ചുരുക്കം വാക്കുകളിൽ ആശംസകൾ അറിയിക്കും. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയം നമുക്കൊരുമിച്ച് കർത്തൃസന്നിധിയിൽ ശേഷാൽ ഈ പ്രോഗ്രാമിൽ കൂടി വരുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ വിവാഹം നടന്ന് ഇന്നത്തെ ഈ ഫംഗ്ഷനിൽ ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം സഹായിച്ചത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. 2008 മുതൽ 11 വരെയുള്ള കാലയളവിൽ കൊല്ലകടവ് സഭയുടെ ശുശ്രൂഷയിലായിരിക്കാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. ആ സന്ദർഭങ്ങളിൽ ഈ പ്രിയ കുഞ്ഞുങ്ങൾ, പ്രിയ ജയ് പാസ്റ്റർ കുടുംബം, അവരുടെ മാതാപിതാക്കൾ, ഈ മോളെ ജ്യേഷ്ഠത്തി, അതായത് ജെഫ്രി മോള് ഇവരൊക്കെ ആത്മാർത്ഥതയോടെ ആരാധനയ്ക്ക് വന്ന് സംബന്ധിക്കുകയും 2 കുഞ്ഞുങ്ങളും സൺഡേ സ്കൂളിൽ വരികയും ഇവരുടെ പക്വതയേറിയ ആ ജീവിത അനുഭവം ബാല്യപ്രായം, എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയമാണ് ജെഫ്രി മോള്. കുഞ്ഞുങ്ങൾ 2 പേരും സൺഡേ സ്കൂൾ വരികയൊക്കെ ചെയ്യുന്ന അനുഭവങ്ങളും ആരാധനയും ഒക്കെ ഞാൻ മനസ്സിലാക്കുകയൊക്കെ ചെയ്ത സമയം. ആ സന്ദർഭത്തിലെ പ്രിയ ജയ്പാസ് എന്നും ബദേൽ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ജെഫ്രി മോളുടെ പേര് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം എനിക്കൊരു മോനുണ്ട്. എൻ്റെ മോന്റെ പേരും ജെഫ്രി എന്ന്. അവനിപ്പോൾ 39 വയസ്സുണ്ട്. അവനും വിവാഹിതനായി. അവൻ 2 കുഞ്ഞുങ്ങളുണ്ട്. അവരും UK-യിലാണ്. അപ്പൊ ഈ മോളെ സംബന്ധിച്ച് എൻ്റെ മോന്റെ പേരും ഈ മോളുടെ പേരും ഒന്നായതുകൊണ്ട് ഞങ്ങൾ കൂടെ പറയും, നമ്മുടെ മോന്റെ പേരിലുള്ള ഒരു മോളും കൂടെ ഒരിടത്തുണ്ടല്ലോ. എന്നാൽ കഴിഞ്ഞ ദിവസം മോളുടെ വിവാഹം നടന്നത് കേട്ടപ്പോൾ വളരെ സന്തോഷം നടക്കുന്ന അറിഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ടായി. ജയ്പാസ്റ്ററിനെ വിളിച്ചു പറഞ്ഞിരുന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. ദൈവം തക്ക സമയത്ത് തക്കതായ തുണയെ പ്രിയ മോൾക്ക് ഒരുക്കി കൊടുത്തത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും ദൈവം പകർന്നു കൊടുക്കട്ടെ. ഒരു ക്രിസ്തീയ കുടുംബം കൂടി ഭൂമിയിൽ ഉടലെടുക്കുവാനുള്ള ഭാഗ്യം
ദൈവം നൽകി. കുഞ്ഞുങ്ങളെ, നിങ്ങളും യാത്ര തുടങ്ങിയിരിക്കുക. മുൻപിലോട്ട് ഭയങ്കര യാത്രയുണ്ട് കേട്ടോ. ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ സന്തോഷത്തിന്റെയോ കയ്പിന്റെയോ വേദനയുടെയോ ദുഃഖത്തിന്റെ അനുഭവങ്ങളൊക്കെ വന്നാലും എന്ത് വന്നാലും അതിലെല്ലാം ഉപരിയായി സ്വർഗത്തിലെ ദൈവത്തെ സേവിച്ച് സ്നേഹിച്ച് ദൈവത്തെ മുറുകെ പിടിച്ച് നിങ്ങൾ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വസ്തയോടെ നിൽക്കുവാനായിട്ടിടയാകണം. നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അവരെ എപ്പോഴും ശ്രദ്ധിച്ചോണം. നോക്കിയേ, മോന്റെ പിതാവും മാതാവും ഇവിടെ ഉണ്ട്, മോടെ മാതാവും പിതാവും ഒക്കെ ഇവിടെ ഉണ്ട്. ഇവരൊക്കെ പ്രായമായിക്കൊണ്ടിരിക്കുക. ഇവരുടെയൊക്കെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിയാൽ അവരുടെ മുഖം, അവരുടെ തലമുടിയൊക്കെ നരച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ വളർത്തിയെടുക്കുവാൻ ഈ പരുവത്തിൽ, ഈ സ്ഥാനത്ത്, ഇങ്ങനെ ഒരു അനുഭവത്തിൽ നിങ്ങളെ കൊണ്ടിരുത്താൻ നിങ്ങളുടെ മാതാപിതാക്കന്മാർ എന്തുമാത്രം പ്രയത്നം ചെയ്തു, നിങ്ങളെ പഠിപ്പിച്ചു, വളർത്തിയെടുത്തു, എത്രത്തോളം അവർ നിങ്ങളെ കൊണ്ടുവന്നു. അത് ഒരിക്കലും നിങ്ങൾ മാതാപിതാക്കളെ മറക്കരുത്. അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യം. ഇന്ന് ഉള്ള കാലങ്ങളിൽ മാതാപിതാക്കന്മാരെ മറന്നു പോകുന്ന ഒരു ലോകമാണ്. എനിക്കറിയാം, പ്രിയ ജയ്പാസ്റ്ററുടെ മാതാപിതാക്കൾ, പ്രിയ ഉണ്ണിച്ചായനും പ്രിയ അമ്മണി മാമയും വളരെ പ്രായാധിക്യത്തിലും ശാരീരികമായ ക്ഷീണത്തിലൊക്കെ ആയിരുന്ന സന്ദർഭത്തിലും ഈ പ്രിയ മോളുടെ മാതാപിതാക്കന്മാർ, പ്രിയ ജയ്പാസും പ്രത്യേകിച്ച് പ്രിയ മിനി സിസ്റ്റർ, മിനി സിസ്റ്റർ ഇല്ലയോ, ആമേൻ, വളരെ കാര്യമായി സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്ത ഒരനുഭവം ഞാൻ ഓർക്കാറുണ്ട്. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപേ അമ്മച്ചി ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞാനും അനുശോചന സന്ദേശം പറഞ്ഞപ്പോൾ ഞാൻ എടുത്തു പറയാനിടയായി. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ ഓർക്കണം, അവരെ നിങ്ങൾ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം, അവരോട് ആമേൻ. എന്നാൽ ദൈവം നിങ്ങൾ തന്നിരിക്കുന്ന കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവനാമ മഹത്വത്തിനായി ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങൾ കൃപ ചെയ്യട്ടെ. ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന വെൺമണി അസംബ്ലീസ് ഓഫ് സഭയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും പ്രത്യേകമായ സ്നേഹവും വന്ദനവും എല്ലാവിധമാകുന്ന ആശംസകളും നിങ്ങളെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. എനിക്ക് ഈ അവസരം ഒരുക്കിയ പ്രിയപ്പെട്ട നന്ദി. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസന്റെ പേരിൽ ഒരല്പം തിരുത്ത് വരുത്താൻ ആഗ്രഹിക്കുന്നു. ഞാൻ രാജൻ ഏബ്രഹാം എന്നാണ് പറഞ്ഞത്. രാജൻ ഏബ്രഹാം അല്ല, രാജൻ യോഹന്നാൻ. സോറി. ദൈവത്തിന് മഹത്വം. ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ മകളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നാൽ ജയ്പാസ്റ്ററെ അസംബ്ലീസ് ഗോഡിലെ ശുശ്രൂഷകന്മാർക്കും മറക്കാൻ പറ്റത്തില്ല. ഒരു കായംകുളം സെക്ഷനിൽ ശുശ്രൂഷകനായി വരുന്നതിന് മുമ്പേ ഞങ്ങളുടെ എല്ലാവരുടെയും പെൻഷന്റെ കാര്യത്തിനൊക്കെ അതിനെ ഡീൽ ചെയ്തിരുന്നൊരു മനുഷ്യനായതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രിയപ്പെട്ടവനെ അറിയാം. വളരെ സൗമ്യതയോടുകൂടി ആ പൊസിഷനിലെല്ലാം താൻ കൈകാര്യം ചെയ്യുകയും ദാനമായ 2 കുഞ്ഞുങ്ങളെ ദൈവം നൽകി 2 കുഞ്ഞുങ്ങളെയും പതിപുദേശത്തിൽ വളർത്തുവാനും, സത്യം പറഞ്ഞാൽ ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇന്ന് സന്തോഷമാണ്. കാര്യം ഈ കാലയളവിൽ പല മാതാപിതാക്കളും അവരുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം കാണുവാൻ കഴിയാത്ത അവസ്ഥകളുണ്ട്. അവർ വിവാഹം കഴിഞ്ഞിട്ടായിരിക്കും മാതാപിതാക്കൾ അറിയുന്നത്. എന്നാൽ ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് അവർ പറയുന്ന രീതിയിൽ ഈ കുഞ്ഞുങ്ങളെ പത്യോപദേശത്തിൽ വളർത്തുവാനും ഇങ്ങനൊരു കുടുംബജീവിതത്തിൽ പ്രവേശിപ്പാനും നമുക്കെല്ലാവരുടെ മുൻപിൽ ഒരു മാതൃകാപരമായ ഒരു പൊസിഷനിലേക്ക് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന സർവശക്തനായ ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുകയാണ്. പ്രിയ കുഞ്ഞുങ്ങൾ ഇതുവരെയും ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിപ്പാനും ഒക്കെ ദൈവം സഹായിച്ചു. ഇതുവരെ അവർ കടന്നുപോകാത്ത ഒരു പാതയിലൂടെയാണ് ഇനി കടന്നു പോകേണ്ടത്. ഈ കുടുംബജീവിതവും നല്ല ഭംഗിയായിട്ട് ജീവിക്കുവാൻ ഇതുവരെയും സഹായിച്ച സർവശക്തനായ ദൈവം ഇനിയും സഹായിക്കുമെന്നുള്ള ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.
ആ പൊന്നു കരമോ ഒരു നാളിലും കൂറുകിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കൂറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതലിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതലിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിന. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ എന്നെ നയിച്ചതിന. ശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്, ഒരു നാളിലും വാതിലടയുകില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്, ഒരു നാളിലും വാതിലടയുകില്ല. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്, ചൂട് നൽകുമേശുവിൻ മാർവ്. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്, ചൂട് നൽകും യേശുവിൻ മാർവ്. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ച. ഒന്ന് ചേർത്ത് പാടാമോ? ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ചർച്ചിന്റെ സൺഡേ സ്കൂളിനെ പ്രതിനിധീകരിച്ച് സിസ്റ്റർ ലീന. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്തസന്നിധിയിലായിരിക്കുന്ന വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ദൈവദാസന്മാർ, ഇരു വീടുകളിൽ നിന്നും എത്തിയിരിക്കുന്ന മാതാപിതാക്കൾ, ബന്ധുക്കൾ, പ്രത്യേകം അവരുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, സഭാംഗങ്ങൾ, വിശേഷം നമ്മുടെ വിവാഹിതരായിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു.
ബദേലേജി സൺഡേ സ്കൂളിനെ പ്രതിനിധീകരിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകാല പ്രിയ പൈതലിനെ ഞാൻ 2008 മുതൽ അറിയും. കുഞ്ഞുമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ഒന്നിച്ച് പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്നതിൽ വളരെ സന്തോഷവും അനുഗ്രഹങ്ങൾ പങ്കിടുന്നതിന് ഞങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട്. പ്രിയ പേരൻസ്, ഗ്രാൻഡ് പേരൻസ്, ആരെയും മറക്കുവാൻ കഴിയില്ല. എല്ലാവരുമായിട്ടുള്ള ദൈവീയ പൈതൃകം കാത്തു സൂക്ഷിച്ച പ്രിയ ഭവനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട പദവിയിലെത്തിയത് കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. വിശേഷാൽ ഈ സമയം സൺഡേ സ്കൂളിന് വേണ്ടി എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ദൈവസന്നിധിയിൽ ആശംസ അറിയിക്കുകയാണ്. വിശേഷ പ്രിയ പൈതൽ വല്ലതും മനസ്സിലാക്കിയോന്ന് അറിയത്തില്ല. മേ ദിസ് ന്യൂ സ്റ്റാർട്ട് bring with all the joy and happiness in your life. Wedding is the joy, union of two hearts and families. God bless you, makale. Thank you, Pastor. Come on. Praise the Lord. ആദ്യമേ ഞാൻ കപ്പിൾസിന് ഹാപ്പി मैरिड लाइफ विश ചെയ്യുന്നു. आए हुए सभी अतिथियों को मेरे नाम से आपको स्वागत करती हूँ. जेफरी के बारे में बोले जाए तो हमारे चर्च के लिए एक प्रीशियस गर्ल है. हमारे सीए मेंबर, ऐसा सीए मेंबर और कॉयर मेंबर के लिए हमें एक बहुत बड़ा लॉस है, लेकिन फिर भी आई एम वेरी हैप्पी क्योंकि वो अपनी लाइफ के लिए एक नई स्टेप वो कदम रखा है. इसीलिए मैं परमेश्वर को धन्यवाद देती हूँ. ജെഫ്രിയെ കുറിച്ച് പറയാൻ ഞങ്ങളുടെ CA മെമ്പറായിട്ടും ഞങ്ങൾക്ക് കോയറായിട്ടും ഞങ്ങൾക്ക് വലിയൊരു സപ്പോർട്ടും ആയിരുന്നു പൈതല്. ദൈവനാമത്തിന് ഞങ്ങൾക്ക് ഒരു സൈഡിൽ നോക്കി ഞങ്ങൾക്ക് വലിയൊരു ലോസാണ്. ഞങ്ങളുടെ CA മെമ്പറിൽ നല്ലൊരു CA മെമ്പർ ഞങ്ങളിൽ നിന്ന് പോകുന്നതും. പക്ഷേങ്കിൽ ലൈഫിൽ ഒരു പുതിയ സ്റ്റെപ്പിലോട്ട് പൈതൽ കടന്നു വന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ രണ്ടുപേരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴത്തെ പുതിയ തലമുറകൾക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ മാരീഡ് ലൈഫ് ഒരു അനുഗ്രഹവും അവർക്കൊരു എക്സാമ്പിളും ആയി തീരട്ടെന്ന് ഞങ്ങൾ വിഷ് ചെയ്യുന്നു. എന്റെയും എന്റെ ഫാമിലിയുടെ വകയായിട്ടും ഞങ്ങളുടെ കൊല്ലയുടെ ബെത്തൽ AG CA കോയർ മെമ്പേഴ്സിന്റെ വകയായിട്ട് ഹാപ്പി മാരീഡ് ലൈഫ് ഞങ്ങളുടെ വകയായിട്ട് ഒരു ചെറിയ സമ്മാനം നിങ്ങൾക്ക്. So by the time this is the memento for these fellows, ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ആദ്യമായിട്ട് അറിയിക്കുന്നു. കഴിഞ്ഞ 14-ാം തീയതി ഡൽഹിയിൽ വെച്ച് വിശുദ്ധ വിവാഹത്തിൽ പ്രവേശിപ്പാൻ ഗുണം പ്രിയ കുഞ്ഞുങ്ങൾക്ക് കർത്താവ് സഹായിച്ചു. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജയ് എൻ്റെ ഉപ്പാപ്പൻ്റെ മകനാണ്. ദൈവത്തിന് സ്തോത്രം. തൻ്റെ മാതാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മോനൊരു സുവിശേഷ വേലക്കാരനായി തീരണമെന്നുള്ളത്. അതെന്നോട് പലപ്പോഴും പറയാറുണ്ടായിരുന്നു. എന്നാൽ ജയ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു. മകന് കർത്താവിൻ്റെ വേലയിൽ വളർന്നു കാണുവാനുള്ള ഭാഗ്യം പ്രിയ മാതാപിതാക്കൾക്ക് കർത്താവ് കൊടുത്തു. ചില ആഴ്ചകൾക്ക് മുമ്പാണല്ലോ പ്രിയ മാതാവ് ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം. മകന്റെ വളർച്ച കാണുക മാത്രമല്ല കർത്താവിന്റെ വേലയിൽ അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്ന് കാണുവാൻ പ്രിയ മാതാപിതാക്കൾ കർത്താവ് സഹായിച്ചു. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയ നിമിത്തമായിട്ട് തന്റെ 2 പെൺമക്കളെയും കർത്താവ് അനുഗ്രഹിപ്പാൻ വേണ്ടിയായി തീർന്നു. ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ ദൈവരെ മാനിപ്പാൻ വേണ്ടിയായി തീർന്നു. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ കുഞ്ഞുങ്ങളുടെ മേലുള്ള ദൈവം സകല എല്ലാവിധമാകുന്ന ഭൗമികവും ആത്മീയമായ സകല അനുഗ്രഹങ്ങളും പകിടുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സർവ്വ കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായ കർത്താവിന്റെ സന്നിധിയിൽ പുതിയ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ സംഹരിക്കുന്നു. താങ്ക് യു. തുടർന്ന് കോമല്ലൂർ സഭയുടെ സെക്രട്ടറി ബ്രദർ അശോക് മുൻപോട്ട് കടന്നു വന്ന് ചില വാക്കുകൾ ആശംസകളായിട്ട് അറിയിക്കും. അതിനുശേഷം അനിൽ വർഗീസ് പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കോമല്ലൂർ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിന്റെ അഭിഷിക്തനായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിന്റെ ബഹുമാന്യനായ പാസ്റ്റർ ജയവർഗീസ് അവറുകൾ,
കർത്താവിൻ്റെ ദാസി മിനി ആൻറ്റിക്ക് ദാനമായി കൊടുത്ത 2 പൈതൽ ഇളയായ ജെഫിയെ വിവാഹത്തിലുള്ള ബന്ധത്തിലാണല്ലോ നമ്മളിവിടെ ആയിരിക്കുന്നത്. കോമല്ലൂർ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിന്റെ എല്ലാ ദൈവമക്കളുടെയും എല്ലാവരുടെയും പേരിലുള്ള ദൈവനാമത്തിൽ ഈ മംഗളസുദിനത്തിൽ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. മുമ്പേ കർത്താവിന്റെ ദൈവദാസൻ പറഞ്ഞതുപോലെ കുടുംബജീവിതം ശിഥിലമായിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. നമുക്കറിയാം, ഈ മാവേലിക്കര പട്ടണത്തിൽ ഒരു കുടുംബ കോടതിയുണ്ട്. 2025-2026 വർഷത്തിൽ 2365 കുടുംബ കോടതി കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിനപ്പുറത്ത് മാമ്പഴം എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്. അവിടേക്ക് ചെന്നാൽ നമ്മുടെ കരളലിയുന്ന രംഗങ്ങളാണ് കാണുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങൾ, അവരെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്ന ഒരു മണിക്കൂറത്തേക്ക് വേണ്ടി, അരമണിക്കൂറത്തേക്ക് വേണ്ടി അവർ അപ്പനമ്മമാർ അവിടേക്ക് കൊണ്ടുവരുമ്പോൾ ദൈവനാമത്തിൽ അടിസ്ഥിതമായി, ക്രിസ്തുവിൽ അടിസ്ഥിതമായ ഒരു കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് ദൈവദാസനിൽ കൂടെ, ദൈവമക്കളിലൂടെ അത് അനുഭവിച്ചവർ ഇവിടെ നിന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു കുടുംബജീവിതം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇവർക്ക് നൽകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം ഞങ്ങൾ ആശംസിക്കുന്നു. അനേകർക്കൊരു മാതൃകയായി നിങ്ങളുടെ കുടുംബജീവിതം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. കോമല്ലൂർ ദൈവമക്കളുടെ എല്ലാവരുടെയും പേരിലുള്ള ഒരു പ്രാവശ്യം കൂടെ ആശംസ അറിയിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു ബ്രദർ. തുടർന്ന് കുര്യൻ കൂത്രപ്പള്ളി, നമ്മുടെ ജയ് സിസ്റ്ററിന്റെ മൂത്ത സിസ്റ്ററിന്റെ ബ്രദറാണ്. ചില നിമിഷങ്ങൾ അദ്ദേഹത്തിനും ആശംസയ്ക്കായിട്ട് സമയം പോയിരിക്കും. ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള ദൈവദാസന്മാരെ, ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ അനുഗ്രഹിക്കുവാനും അവരെ ആശംസകൾ നേരുവാനും കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളെ, വിശ്വാസി സമൂഹമേ, ഇന്നൊരു പ്രത്യേക സുദിനത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. അനേക പൊതുപരിപാടികളിലൊക്കെ ഞാൻ നേരിട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും ഇങ്ങനെ ദൈവദാസന്മാരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പുതിയ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള ഈ പൈതങ്ങൾക്ക് അവരെ ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട് മുൻപോട്ട് നയിക്കുവാനും അവർക്ക് മംഗളാശംസകൾ നേരുവാനുള്ള ഒരു വേദിയിൽ ഞാൻ പങ്കെടുക്കുന്ന ആദ്യമായിട്ടാണ്. നമ്മുടെ ക്രിസ്ത്യ വിശ്വാസത്തിലെ അനേക കുടുംബങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ദൈവത്തിൽ ആശ്രയപ്പെട്ടു പോകുന്ന കുടുംബങ്ങളാണ്. പ്രിയപ്പെട്ട ജയ് പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ, കുടുംബമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന് ആ ഭവനത്തിലേക്ക് കടന്നു വരികയും ഈ മക്കളെ രണ്ടുപേരെയും പ്രിയപ്പെട്ട മക്കളെയും പിതാക്കളെയും ഒക്കെ ആ ദൈവത്തിൽ നിൽക്കുന്നൊരു ഭവനമാണ്. ഞങ്ങൾക്കതാണ് അഭിമാനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. നമുക്കവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിന്റെ ശക്തിയും ആ ബലവും ദൈവം അവർക്ക് ദാനമായിട്ട് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്ന ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. കർത്താവിന്റെ ദാസൻ ജയവർഗീസ് സൂക്ഷിക്കുന്ന ചർച്ചിന്റെ സെക്രട്ടറി ബ്രദർ അശോക് TS, അതേപോലെ തന്നെ വേറെ ഒരു അനിൽ, കൊല്ലയോട് സഭാ സെക്രട്ടറി ബ്രദർ രാജൻ ഫിലിപ്പ് മുൻപോട്ട് കടന്നു വന്ന് ചില വാക്കുകൾ ആശംസകളായി. അതിനുശേഷം കായംകുളം സെക്ഷൻ ട്രഷറർ പാഷ അനിൽ വർഗീസും മുൻപോട്ട് കടന്നു വന്ന് ചുരുക്കം വാക്കുകൾ ആശംസകൾ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട പൈതങ്ങളുടെ മാരേജ് ഡൽഹിയിൽ വെച്ച് അനുഗ്രഹപ്രദമായി നടന്നു എന്നുള്ളത് നമുക്കറിയാം. അവിടെ നമ്മൾ പലർക്കും കടന്നു പോകുവാൻ തക്കൊണ്ട് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് ജയ് പാസ്റ്റർ ഇങ്ങനെ ഒരു ക്രമീകരണം നമുക്ക് ചെയ്തിരിക്കുന്നത്. ഈ അവസരത്തിൽ കടന്നു വന്ന ഏവരെയും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ജയ് പാസ്റ്റർ കുടുംബം, തൻ്റെ മാതാപിതാക്കന്മാരെ ഈ കൊല്ലകട വേജി സഭയോടുള്ള ബന്ധത്തിൽ പ്രാരംഭകാലം മുതൽ സഭയോടുള്ള ബന്ധത്തിൽ ആക്റ്റീവായി പ്രവർത്തിക്കുകയും
സഭയ്ക്ക് വേണ്ട കൈത്താങ്ങലുകളെല്ലാം ചെയ്ത് ഒരു കുടുംബമാണ്. വിശേഷാൽ ജി പാസ്റ്ററുടെ മക്കൾ രണ്ടുപേരും സഭയോടുള്ള ബന്ധത്തിൽ CA, സൺഡേ സ്കൂൾ എന്നീ പ്രവർത്തനങ്ങളിലെ എല്ലാ കാര്യങ്ങൾക്കും ചുമതല നന്നായി കാര്യങ്ങളെ ക്രമീകരിച്ചു. വിശേഷാൽ ജെഫ്രി ഒരു നല്ല പാട്ടുകാരിയാണ്. ഗായക സംഘത്തോടൊപ്പം അതോടൊപ്പം തന്നെ CAയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻപന്തിയിൽ തന്നെയായിരുന്നു. ആ പൈതങ്ങളെ ഇരുവരെയും ദൈവഭയത്തിൽ വളർത്തുവാൻ തക്കണം മാതാപിതാക്കന്മാർക്ക് ദൈവം കൃപ ചെയ്തു. അവരെ അഭ്യസിപ്പിച്ച അതേ പാതയിൽ തന്നെ അവരെ കടന്നുപോയിരുന്നു എന്നുള്ളത് എടുത്തു പറയുവാൻ തക്കണം കഴിയുന്ന ഒരു വിഷയമാണ്. രണ്ട് കുഞ്ഞുങ്ങളും സഭയോടുള്ള ബന്ധത്തിലും ദേശത്തോടുള്ള ബന്ധത്തിലും മാതൃകാ ജീവിതം നയിച്ച് സന്തോഷകരമായ അനുഭവത്തിൽ ആ കുടുംബത്തിലെ നല്ല മക്കളായി ജീവിപ്പാൻ തക്കണം അവർക്കിടയായി. അവരുടെ കുടുംബജീവിതം ഏറ്റവും ധന്യമായിരിക്കാൻ തക്കണം കൊല്ലവട സഭയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാവരും പ്രാർത്ഥിക്കുകയും എല്ലാവിധ മംഗള ആശംസകളും നൽകുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ അനുഗ്രഹീത സന്ദർഭത്തിൽ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ ജീവിതത്തിലേക്ക് അവർ പ്രവേശിച്ച് അതിനുശേഷമായിട്ട് അവർക്ക് വേണ്ടി ആശംസകൾ അർപ്പിക്കുവാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുമായിട്ട് വിശേഷാൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ചില വാക്കുകൾ ആശംസയായിട്ട് പറയാൻ ലഭിച്ചതിൽ വളരെ സന്തോഷം. അവസരം അനുവദിച്ച കർത്താവിന്റെ ദാസന് പ്രത്യേക നന്ദിയെ അറിയിക്കുന്നു. മത്തായി സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അതും വിവാഹവുമായിട്ട് എന്ത് ബന്ധമെന്ന് ചോദിച്ചാൽ സഭയുടെ ഏറ്റവും ചെറിയ ഒരു പതിപ്പായിട്ടാണ് നാം നമ്മുടെ കുടുംബത്തെ കാണേണ്ടത്. ആ അനുഗ്രഹീത കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളെ കർത്താവ് ഇടയാക്കി. ദൈവദാസന്മാരും ദൈവജനവും ദൈവസാന്നിധ്യത്തിന്റെ നിറവിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പലവിധമായ വൈഷമ്യങ്ങൾ നിറഞ്ഞ ഒരു ജീവിതാനുഭവത്തിലേക്കാണ് നിങ്ങൾ ചുവടുകൾ വെച്ചിരിക്കുന്നത്. അവിടെ നിങ്ങൾ തനിച്ചുള്ള യാത്ര ഒരിക്കലും വിജയകരമാകില്ല. എല്ലാ പാതാള ശക്തികളെയും ജയിപ്പാൻ, എല്ലാ എതിർശക്തികളെയും ജയിപ്പാൻ ആവശ്യമായ ഒരു സഹായം ദൈവഭാഗത്ത് നിന്ന് നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ പണിയും എന്ന് കർത്താവ് പറഞ്ഞുവെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിന്റെ പണിയും കർത്താവിനെ ഏൽപ്പിക്കൂ. കർത്താവിനോടൊപ്പം യാത്ര ചെയ്യൂ. ഒരിക്കലും പാതാള ശക്തികൾ നിങ്ങളുടെ മേൽ ജയം എടുക്കുകയില്ല. നിങ്ങൾ വിജയകരമായ ഒരു കുടുംബജീവിതം നയിച്ച് ദേശത്തിന്, തലമുറകൾക്ക് ഒരു വലിയ മാതൃകയായി ശോഭിക്കുക തന്നെ ചെയ്യും. എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഞാൻ ശുശ്രൂഷിക്കുന്ന പുതുപ്പള്ളി അസംബ്ലീസ് കോഡ് സഭയുടെയും അതോടൊപ്പം തന്നെ കായംകുളം സെക്ഷനിലുള്ള എല്ലാ ദൈവസഭകളുടെയും ദൈവദാസന്മാരുടെയും ആശംസകളും നിങ്ങളെ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വിരമിക്കുന്ന കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. കർത്താവിന്റെ ദാസൻ ജയവഴീസ് എന്നോട് ഒരു ടൈം പറഞ്ഞിരുന്നു. ഓൾറെഡി ഇസ് ഗോയിങ് ടു അത് തീർന്നുകൊണ്ടിരിക്കുന്നു. ഞാനിവർക്ക് വേണ്ടി ഒരു ആശംസാ പ്രസംഗമൊക്കെ തയ്യാറാക്കിക്കൊണ്ട് വന്നതാണ്. പക്ഷേ അത് ഇപ്പോൾ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലെത്തിയിരിക്കുന്നത് കൊണ്ട് ഈ പുതിയ കുഞ്ഞുങ്ങൾക്ക് വിശേഷാൽ എൻ്റെ കുടുംബത്തിൻ്റെയും കൊല്ലകട അസംബ്ലീസ് കോഡ് സഭയുടെയും പേരുള്ളതായ എല്ലാ ആശംസകളും അറിയിക്കുന്നു. നമ്മുടെ കൂടിവരവുകളിലൊക്കെ ഒരല്പസമയം ദൈവവചനം ശുശ്രൂഷിക്കുക പതിവാണ്. നമ്മുടെ അസംബ്ലീസ് ഓഫ് ഗോഡ് മുൻ ജനറൽ സെക്രട്ടറിയും ഇപ്പോൾ കായംകുളം സെക്ഷന്റെ പ്രസിഡന്റുമായിരിക്കുന്ന ബഹുമാനീയ കർത്തദാസൻ പാസ്റ്റർ TV പൗലൂസ് നമ്മുടെ മധ്യത്തിലുണ്ട്. എൻ്റെ പ്രസംഗം കൂടി അദ്ദേഹം പ്രസംഗിക്കട്ടെ. അതിനാൽ അദ്ദേഹത്തിന് ഞാൻ സമയത്ത് ഓർത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ തട്ടി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം നമ്മുടെ മധ്യേ മഹത്വപ്പെടട്ടെ. ഇന്ന് പകല് നാം ഇങ്ങനെ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നല്ലോ. നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾ
നിജോയുടെയും ജെഫ്രിയുടെയും വിവാഹം കഴിഞ്ഞ ശനിയാഴ്ച 14-ാം തീയതി ഡൽഹിയിൽ വെച്ച് അഭിഷിക്തരായ ദൈവദാസന്മാരാൽ മാതാപിതാക്കൾ ദൈവജനം ഒരുമിച്ച് ചേർന്ന് വളരെ അനുഗ്രഹമായി നടക്കുവാൻ വലിയവനായ കർത്താവ് കൃപ നൽകി. ഇരു കുടുംബത്തിലുള്ള പ്രിയ മാതാപിതാക്കളും സഹോദരങ്ങളൊക്കെ ദീർഘനാളത്തെ പ്രാർത്ഥന, ദൈവസഭയുടെ പ്രാർത്ഥന, അതിനെല്ലാം നിവൃത്തീകരണമായി വളരെ അനുഗ്രഹമായി നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടന്നു. എന്നാൽ അത്രയും ദൂരം ഈ വിവാഹത്തെ സംബന്ധിക്കാൻ നമുക്ക് പലർക്കും കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരോട് ചേർന്ന് സമയം ചെലവഴിക്കുവാനും ഒന്ന് സന്തോഷിക്കുവാനും ഇവരോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമായിട്ട് നാം ഇവിടെ കൂടി വന്നിരിക്കുന്ന സമയമാണല്ലോ. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന അവൻ്റെ സ്നേഹിതൻ കൊല്ലാട് വസംസഭയുടെ പാസ്റ്റായിരിക്കുന്ന ഡോക്ടർ MD തോമസ് കുട്ടി അവറുകൾ, അതുപോലെ തന്നെ കായംകുളം സെക്ഷന്റെ സെക്രട്ടറി പാസ്റ്റർ ആച്ചൻ യോഹന്നാൻ, ട്രഷറർ പാസ്റ്റർ അനിൽ, അതുപോലെ എനിക്ക് പ്രിയരും എൻ്റെ സഹപ്രവർത്തകരുമായ കർത്താവിൻ്റെ ദാസന്മാർ പാസ്റ്റർ MI ഷാജി, പാസ്റ്റർ ജോസ് വർഗീസ്, പാസ്റ്റർ ജോസഫ് ഇമ്മാനുവേൽ, പാസ്റ്റർ തോമസ് അബ്രഹാം, പ്രിയ സജി പാസ്റ്റർ, ഇങ്ങനെ പലരും ഉണ്ടല്ലോ. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. ഇവിടെ ആയിരിക്കുന്ന ഇരു കുടുംബങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾ, ബന്ധുജനങ്ങൾ, സ്നേഹിതർ, പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വന്ദനം ഞാൻ അറിയിക്കുകയാണ്. നിങ്ങൾക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ പ്രസംഗിക്കാനുള്ള അവസരം എനിക്ക് തന്നിരിക്കുകയാണ്. എന്നാൽ ഞാൻ സമയം നോക്കിയപ്പോഴും മാത്രമല്ല, നിങ്ങളുടെയൊക്കെ ഇരിപ്പൊക്കെ കാണുമ്പോൾ, ഈ ചൂടും ഒക്കെ കാണുമ്പോൾ ഞാൻ പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞാൽ, ഒരു ദീർഘ പ്രഭാഷണത്തിന് പോയാൽ നിങ്ങൾ പറയുന്നത് അധിക പ്രസംഗമാണെന്ന്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. ഒന്നുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ വേഗത്തിൽ പരിമിതിപ്പെടുത്താം. പാസ്റ്റർ ടി.ഒ. വർഗീസ്, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രിയ ജയ് പാസ്റ്റർ, താനും ആ കുടുംബമായിട്ടുള്ള എൻ്റെ ബന്ധം എത്ര വഴക്കമുണ്ടെന്നറിയാമോ? നിങ്ങളൊന്നും മുമ്പിലില്ല. 37 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1988 കണ്ണൂരിൽ നിന്ന് സുവിശേഷത്തിന്റെ സാക്ഷിയായി ഞാൻ മാവേലിക്ക് സമീപമുള്ള ഉമ്പർനാട് ഭാഗത്ത് ഒരു പൈര് വർക്ക് ചെയ്യുവാൻ ഞാൻ ഒറ്റയ്ക്ക്, ഞാനൊന്നും വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, വന്ന ആ സമയത്ത് അവിടുത്തെ ആ വേലയെ സപ്പോർട്ട് ചെയ്യുവാൻ പല സഹോദരങ്ങൾ മുന്നോട്ട് വന്നിരുന്നു, മാവേലിക്കായിരുന്നു. ആ കൂട്ടത്തിൽ അവിടെ നടക്കുന്ന മീറ്റിങ്ങുകൾ വരുവാനും അന്ന് പ്രാർത്ഥനയിൽ കൈത്താങ്ങൾ തരുവാൻ, അന്നറിയാമല്ലോ 37 വർഷത്തിന് മുമ്പ്, എൻ്റെ പ്രായം അറിയാം, അന്ന് ജയ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി മീറ്റിംഗ് എല്ലാം പ്രിയ അമ്മാമ്മയും ചായനൊക്കെ വന്ന് അങ്ങനെ ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു നാളുകളൊക്കെ ഞാൻ ഈ സമയം ഓർക്കുകയായിരുന്നു. അന്ന് മുതൽ ജയ് വളരെ സൗമ്യനാണ്. വളരെ അതിനുശേഷം തൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞു, അല്പനാൾ ജോലി ചെയ്തു, അല്ലേ? അല്പം ജോലിക്ക് ശേഷം കർത്താവിൻ്റെ വിളി കേട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി ഒരുമിച്ച് വേല ചെയ്യുവാൻ. ഞാൻ ഓഫീസിൽ ആയിരുന്ന ആളുകളിൽ ഞങ്ങൾക്ക് ഓഫീസിലും സഹപ്രവർത്തകരായിരിക്കാനും ഇപ്പോൾ കായംകുളം സെക്ഷനിലും ഒരുമിച്ചായിരിക്കാൻ കൃപ നൽകി. ഈ കുടുംബത്തെക്കുറിച്ച് ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിലും വിവാഹം ഒരു ഗെറ്റ് ടുഗദറിന്റെ സമയമല്ലേ, ഞാൻ ഒത്തിരി സമയം എടുക്കുന്നില്ല. ആമേൻ. എന്നാൽ ആ കുടുംബത്തെ അവൻ നൽകിയ 2 കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിച്ചു. തീർച്ചയായും യഹോവ ഭക്തിയിൽ വളർത്തപ്പെട്ട ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിജയെക്കുറിച്ച് ഞാൻ കേട്ടത് വളരെ ഭക്തിയുള്ള ഒരു വിശ്വസ്ത ഒരു ആത്മീയ കുടുംബത്തിൽ നിന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും ദൈവം നിങ്ങളെ യോജിപ്പിച്ചു, അല്ലേ? ആണോ? ഉറപ്പാണേ? ദൈവം യോജിപ്പിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ അനുഗ്രഹം കടമിലുണ്ടായിരിക്കും. മക്കളെ, നമുക്കറിയാമല്ലോ, ഈ വിവാഹ ജീവിതത്തിന് നമ്മൾ പണ്ട് കൽപ്പിച്ച പാവനതയും ഐക്യതയും ദൃഢതയൊക്കെ ഇല്ലാതെ പോകുന്ന കാലഘട്ടം. വിവാഹ ഇതര ബന്ധങ്ങൾക്കൊക്കെ പ്രായപൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ വിവാഹപൂർവ്വ ബന്ധങ്ങൾ, ഇതര ബന്ധങ്ങൾക്കൊക്കെ നിയമപ്രകാരം സാധുവാകുന്ന കാലഘട്ടം. കുടുംബജീവിതത്തിന്റെ പാവന നഷ്ടപ്പെടുമ്പോൾ മക്കളെ, നിങ്ങളെ ദൈവം യോജിപ്പിച്ചത് നമ്മുടെ പിതാക്കന്മാരെ കാണിച്ചൊരു മാതൃകയുണ്ട്. വിശ്വസ്തതയുടെ മാതൃകയുടെ പരിശുദ്ധ വചനം പറയുന്ന ഒരു വിശ്വസ്ത കുടുംബം നിങ്ങൾ കെട്ടിപ്പണിയണം. പരാജയപ്പെടരുതെന്നർത്ഥം. വിജയകരമായ ഒരു കുടുംബജീവിതം നയിക്കണം.
അതിന് ഞാൻ ഒരു 4 ആംഗലേയ പദം, ഇംഗ്ലീഷ് പദങ്ങൾ പറഞ്ഞുതരാം. ഒന്ന് ഫെയ്ത്ത്ഫുൾനെസ്, 2 ഫ്രണ്ട്ലിനെസ്, 3 ഫെലോഷിപ്പ്, 4 ഫോർഗിവ്നെസ്. ഈ 4 വാക്കുകൾ നിങ്ങൾ എപ്പോഴും ഓർക്കണം. ഒന്ന്, നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. കുടുംബജീവിതത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളികളോട് അവർ കണ്ടോ അറിയുകൊണ്ടോ അല്ലെങ്കിൽ എന്തായിത്തീർന്നുകൊണ്ടല്ല, മനസാക്ഷിയിൽ എക്കാലത്തും രോഗിയായാലും ഒരുപക്ഷെ അബോധാവസ്ഥയിൽ ഏത് സമയത്തായാലും ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. ഒന്നും വിശദീകരിക്കത്തില്ല, നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവരല്ലേ. 2, യഥാർത്ഥ നിങ്ങളുടെ സ്നേഹിതരായിരിക്കണം. നിങ്ങൾ ഞാൻ ഭർത്താവ്, ഞാൻ തലയാ, മോനെ പറയും അന്ന് കീഴ്പ്പെടണമെന്നൊക്കെ പറഞ്ഞു നടത്തിട്ടുണ്ടല്ലേ. ഞാൻ അവളെ കീഴ്പ്പെടുത്താനൊന്നും പോവല്ലേ. സ്വത്രം നമ്മളെയൊക്കെ ഉണ്ടാക്കിയത് കളിമണ്ണ് കൊണ്ടാ. നമ്മളെ ആണുങ്ങളിച്ചതൊക്കെ വഴങ്ങി കൊടുക്കും. നിനയൊക്കെ ഉണ്ടാക്കിയത് എല്ലുകൊണ്ടാ. സ്വതവേ ഒരു കവി ഉണ്ടാക്കിയതല്ലല്ലേ, ഭാര്യയല്ലേ. സ്വതവേ ഒരു വളം ഉണ്ട് അതിന്, പിന്നെ കൂട്ടിച്ചേർക്കത്തെ വളവും. മോനെ ഇതൊക്കെ നേരെയാക്കാൻ പോവാ, ഇത് ശരിയാവത്തില്ല, ഒടിയത്തേ ഉള്ളൂ. അതുകൊണ്ട് സ്നേഹിച്ചാ മതി, ഇതെല്ലാം റെഡിയാകും. ഒറ്റ കാര്യം, സ്വപ്നത്തിലെ ഭാര്യമൊന്നും കിട്ടത്തില്ല കേട്ടോ, സ്തോത്രം. എന്നാൽ ദൈവം എനിക്ക് തന്നതാ. ആദാം പറഞ്ഞോളെ, എന്റെ അസ്ഥിയും അസ്ഥിയും മോളെ ദൈവം തന്ന എന്റെ ആ ഒരു ഉറപ്പുണ്ടായിരിക്കും. ആ സ്നേഹം നിങ്ങൾ എന്തും പങ്കുവെക്കുവാൻ ജീവിതം ട്രാൻസ്പെറന്റ് ആയിരിക്കും കേട്ടോ, രഹസ്യം ഉണ്ടാകരുത്. നിങ്ങളുടെ ഇതിനോ പാസ്വേഡോ ബാങ്കിലോ ഇങ്ങനെ ഒരു രഹസ്യം പാടില്ല, തികച്ചും ട്രാൻസ്പെറന്റ് ആയി. ഓക്കെ. അതോടൊപ്പം തന്നെ ഫെലോഷിപ്പ്, പങ്കുവെക്കുവാൻ, എന്തും പങ്കുവെക്കാൻ കഴിയണം. ജീവിതം മുഴുവൻ പങ്കുവെപ്പായിരിക്കണം. അത് സന്തോഷമായാലും സങ്കടമായാലും എല്ലാം പങ്കുവെക്കുന്ന. അതിനെപ്പറ്റി ഫെലോഷിപ്പിന് അർത്ഥങ്ങളുണ്ട്. എങ്കിലും ഒരു ദൈവദാസൻ പറഞ്ഞത് 2 ഫെലോ ഇൻ എ ഷിപ്പ്, ഒരു കപ്പലിനകത്ത് 2 വ്യക്തികൾ കടന്നു പോകുക, ലക്ഷ്യമില്ലാതെ. പക്ഷെ അവർ 2 പേര് ആരും കൊണ്ട് സഹായത്തിന് ഇല്ല. അതാണ് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞത്. 2 ഫെലോ ഇൻ ഫ്രണ്ട് ഓഫ് എ ഷീപ്പ്, ഒരാട് പൊരിച്ചു വെച്ചിരിക്കുന്നതിന് മുമ്പിൽ 2 പേരിയ്ക്കുന്നത്. ഓക്കെ. യഥാർത്ഥ കൂട്ടായ്മ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഫോർഗീവ്നെസ്, ക്ഷമിക്കണം. നല്ല കണ്ണ് തന്നിട്ടുണ്ടോ അല്ലേ? കണ്ണെന്തിനു തന്നെ? എല്ലാം കാണാനാ കണ്ണ് തന്നിരിക്കുന്നത് അല്ലേ സഹോദരങ്ങളെ? എല്ലാം കാണാനാ. പക്ഷെ തമ്പുരാൻ കണ്ണ് മാത്രമല്ല തന്നേ, 2 കൺപോളകളും. അതെന്തിനാ? ചിലതൊക്കെ അവരുമാ കണ്ണടച്ചേക്കണം കേട്ടോ. നമ്മളിങ്ങനെ ഈ ഭൂതക്കണ്ണ നോക്കി കുറ്റം കണ്ടുപിടിക്കാനൊന്നും നിൽക്കരുത്. കുറവില്ലാത്ത മനുഷ്യരില്ലെന്നേ. ഈ 4 വാക്ക് ഓർക്കുക. ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ, ഒരു ടിപ്സും കൂടെ ഞാൻ പറഞ്ഞങ്ങ് നിർത്താം. മക്കളെ, നിങ്ങൾ ഭക്തിയുള്ള കുടുംബം, ഞങ്ങൾ ദൈവത്തെ സേവിക്കുന്നു, ഭക്തിയോട് ജീവിച്ചു, ജീവിതത്തിൽ ഒരു പ്രശ്നവും വരത്തില്ലെന്നൊന്ന് കരുതിയ മക്കളെ കുറെ നാളായി ഞങ്ങള് ജീവിതത്തിൽ പ്രശ്നം വരും, പ്രയാസം വരും, പ്രതികൂലം വരും, ഒക്കെ വരും. ഞാൻ അങ്ങനെയുള്ള സാഹചര്യം പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ മശീഹ തമ്പുരാൻ ഭൂമിയിൽ അവതരിപ്പിച്ചപ്പോൾ ഒരപ്പൻ യോസഫ് പിതാവല്ലേ, അമ്മ വിശുദ്ധ മറിയ, ആ കുടുംബം അവർ കുടുംബജീവിതം നയിച്ചല്ലേ. ആ കുടുംബം വിശുദ്ധ കുടുംബമല്ലേ? ഒരു പാപികളായിരുന്നു മക്കളെ? അല്ലല്ലോ, നല്ല ഒരു വിശുദ്ധ കുടുംബമാണ്. ജോസഫ്, ആമേ, മറിയ, വിശുദ്ധ ഇവര് ഈ കുടുംബജീവിതം നിങ്ങൾ നോക്ക്. ഈ വിശുദ്ധ കുടുംബം നമ്മൾ ലൂക്കോസ് സുവിശേഷം പഠിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു നഷ്ടം വന്നു. അവര് പെരുന്നാളിന് പോയി മടങ്ങി വന്നപ്പോഴേക്കും അവരുടെ കുഞ്ഞിനെ കാണുന്നില്ല. ഞാൻ ഇതിന് പേര് കൊടുക്കുന്നത് ഇങ്ങനെയാണ്, വിശുദ്ധ കുടുംബത്തിന്റെ നഷ്ടം. ചില നഷ്ടങ്ങള്, ചില വേദനകൾ, ചില ഭാരങ്ങൾ, പ്രയാസങ്ങളൊക്കെ വരാം. നിങ്ങൾക്ക് ആ സംഭവമൊക്കെ അറിയാമല്ലോ. തിരിച്ചു വന്നു, തിരിച്ചു മടങ്ങി പോകുമ്പോഴാണ് 3 ദിവസം വഴിദൂരം വന്നപ്പോഴാണ് നോക്കുന്നത്, മോനെന്തിയെ കാണുന്നില്ല. യേശുവിന്റെ കാര്യം പറയുന്നേ. ഇനി നമ്മളാണ് ആ സ്ഥലത്ത് നോർത്ത് വെക്കട്ടെ. ഭാര്യ ഭർത്താക്കന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കണേ. നിങ്ങൾ ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിനെ കാണുന്നില്ല. നിങ്ങളുടെ ഭാര്യ വന്ന് പറയാണ്, അച്ഛാ കുഞ്ഞിനെ കാണുന്നില്ല. നിങ്ങൾ എന്തോ പറയും? നീ എന്ത് നോക്കി? ഭാര്യ എന്തോ പറയും?
മനുഷ്യൻ നിങ്ങളുടെ കൂടെ അല്ലായിരുന്നു, അവൻ ആഞ്ചർക്കനല്ലേ. പിന്നെ ഒരു പൊടി പൂരമായിരിക്കും അല്ലേ. ഭർത്താവ് കുറ്റം പറയുക, നഷ്ടം ശരിയാ, കുഞ്ഞ് നഷ്ടപ്പെട്ടു. പക്ഷെ ആ വേദഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ ഇപ്പൊ നമുക്ക് കാര്യമുണ്ടല്ലോ, നമ്മുടെ കൊച്ച് അമ്മ ഒരു എക്സാമിന് നല്ല റാങ്ക് മേടിച്ചു കഴിഞ്ഞാൽ അവൻ എന്റെ അല്ലേ മോൻ, തോറ്റു വന്നാലോ നിന്റെ അല്ലേ സാധനം. ഈ ടൈപ്പാണ് നമ്മള്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ അവൻ നമ്മളെ അറിയാമോ അന്യോന്യം കുറ്റം പറയും. എന്നാൽ ആ വിശുദ്ധ കുടുംബം എന്ത് ചെയ്തു? കുറ്റം പറഞ്ഞില്ല. അന്യോന്യം പഴിചാരാതെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ്, അവസ്ഥകളെ തിരിച്ചറിഞ്ഞ് പഴിചാരാതെ അവർ ഒരുമിച്ച് അന്വേഷിച്ചു. ആ നഷ്ടത്തിന്റെ പരിഹാരത്തിന് ഒരുമിച്ച് അവർ അന്വേഷിച്ചു, ഒരുമിച്ച് അവർ തേടി, അന്വേഷിച്ച് അവർ ഒരുമിച്ച് കണ്ടെത്തി, ഒരുമിച്ച് വിജയിച്ചു. മക്കളെ, ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങളും പഴി പറയാൻ ആരും കുറ്റം കാണും. അങ്ങനെ കുറ്റം സമയം കളയാനല്ല, ആ സമയം അന്യോന്യം ആശ്വസിപ്പിക്കുവാൻ, അന്യോന്യം ധൈര്യപ്പെടുത്തി ആ ലക്ഷ്യ നഷ്ടങ്ങളെ തിരിച്ചെടുക്കുവാൻ നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ അടിയുറച്ച് ഭക്തിയോടെ നിങ്ങൾ ജീവിക്കുക, ലക്ഷ്യം നേടുക. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം, ക്രൈസ്റ്റ് സെന്റേർഡ് ലൈഫ്, വചന കേന്ദ്രീകൃതമായ വേർഡ് സെന്റേർഡ് ലൈഫ്, പ്രയർ സെന്റേർഡ് ലൈഫ്, വചന കേന്ദ്രീകൃതമായ, ക്രിസ്തു കേന്ദ്രീകൃതമായ, പ്രാർത്ഥനാ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിച്ച് നമ്മുടെ മാതാപിതാക്കൾക്ക്, ദൈവസഭയ്ക്ക്, ദേശത്തിന് ഒരു അനുഗ്രഹിക്കപ്പെട്ട മാതൃകയുള്ള ജീവിതം നയിക്കാൻ കൃപാലുവായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എവിടെ ദൈവം നിങ്ങളെ ആക്കിയാലും കർത്താവിന്റെ വേലയിൽ പങ്കാളികളാകണം കേട്ടോ. നിങ്ങളാക്കി ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, സമൂഹത്തിന് നന്മ ചെയ്യണം. ഈ ദേശത്ത് നമ്മുടെ സഹജീവികളുടെ കഷ്ടം കാണുമ്പോൾ അത് അവര് ബന്ധക്കോസല്ല, അവര് ക്രിസ്ത്യാനിയല്ല, അതൊന്നും നോക്കരുത്. ഒരു കഷ്ടപ്പെടുന്നവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു അലിയുന്ന ഹൃദയം ഉണ്ടാകണം. സമൂഹത്തെ നാം സ്നേഹിക്കണം. യേശു അങ്ങനെ ചെയ്ത് അല്ലേ? യേശു അങ്ങനെ ആ ഒരു ഭാവം വളർത്തി മാതൃക ജീവൻ നയിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെയും എന്റെ കുടുംബത്തിന്റെയും അസംബ്ലീസ് ഓഫ് ഗോഡ് കായംകുളം സെക്ഷന്റെയും എല്ലാവിധമായ ആശംസകളും അനുമോദനവും അറിയിക്കുന്നു. കൃപാലുവായ ദൈവം എല്ലാ നന്മകളാലും ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. താങ്ക് യു ഫോർ യുവർ നൈസ് മെസ്സേജ്. നമ്മൾ ഈ ഫംഗ്ഷന്റെ അവസാന പീരീഡിലേക്ക് വന്നിരിക്കുന്നു. ബ്രദർ സ്റ്റാൻലി മുൻപോട്ട് വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തും. Praise the Lord. Greetings to you all in the precious name of our Lord and Savior Jesus Christ. First of all, I would like to thank God Almighty for guiding and blessing this program so beautifully. I would like to extend our sincere gratitude to Reverend Dr. M.D. Thomas Koti, Chairman for today's meeting and Pastor of local Kolakadava AG Church, for graciously leading this gathering. Next, I would like to thank Reverend J. Saji, Central Region Director, for his presence and for delivering the wonderful message today. I also wish to thank Reverend T.V. Paulos, Presbyter of the Kayamkulam section and former Secretary of AGMDC, for his presence and sharing an inspiring message. We also gratefully acknowledge the presence of Reverend V.Y. Joskoti, former Central Region Director, for his guidance and encouragement. From the bottom of my heart, I sincerely thank all the pastors who have gathered here despite your busy schedules. I would also like to thank Nijo and Jeffrey, who are the main reasons for this gathering. I extend my heartfelt gratitude to our parents and siblings. I especially acknowledge the presence of our grandparents, Nijo's parents and sister, for coming all the way from Delhi, as well as my parents, brother and family, for making the effort to be here amidst your busy commitments. I also wish to thank our relatives, loved ones, neighbors, friends, pastors from both sides of Nijo and Jeffrey. I also would like to mention thanks to members from Kolakadava, Komallur and Kiranganur for your presence, support and prayers. I would like to express our sincere appreciation to photographer Bonnie from Mavulikara for capturing these beautiful moments. A heartfelt thanks also to the choir led by Evangelist Alvin and team for the wonderful worship, and Baby Chan from Narikal for arranging the food, and thanks to Rag Decorations team for the stage decoration. We also extend our sincere thanks to the vicar and committee members of the CSI Church for providing this auditorium and all the support given to us. A special word of thanks to M.O. Varghese uncle and family for your efforts in organizing this auditorium for us, and also for the constant support shown.
I would also like to especially thank Sam Achin, Papa's dear friend, for being here today despite the great effort it took to attend. Finally, I would like to thank Brother Emmanuel, Shamla Auntie, Mini Chichi and family from Komlur, Movin Achin and family, Kulakadawa, and Brother Siju, who were behind the scenes for us. I apologize if I have intentionally missed mentioning any name. Thank you all once again for being here and being part of this blessed occasion. May God bless you all. താങ്ക് യു ബ്രദർ സ്റ്റാൻലി. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഈ ഫംഗ്ഷൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. കർത്താവിദാസൻ പാസ്റ്റർ ജോസ് വർഗീസ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും. കർത്താവിന് മഹത്വം പ്രാർത്ഥിച്ച ആശീർവാദം പറയാനാണ് എനിക്ക് സമയം ലഭിച്ചതെങ്കിലും പാസ്റ്റർ അനുവാദത്തോടെ ഒരു അരമിനിറ്റ് ഞാൻ ജയോടുള്ള ബന്ധത്തിൽ ഒരു വാക്ക് പറഞ്ഞില്ല എങ്കിൽ അത് ശരിയാകില്ല. ഒരു 42 വർഷത്തെ പരിചയം ജയുമായി എനിക്കുണ്ട്. എൻ്റെ പിതാവ് 1984 മുതലുള്ള കാലഘട്ടങ്ങളിൽ കൊല്ലകടവ് സഭയുടെ ശുശ്രൂഷകനായിരിക്കുമ്പോൾ എനിക്ക് ആ സഭയുടെ ശുശ്രൂഷയിൽ ഇടക്കാലത്ത് ചില മാസങ്ങളായിരിക്കാൻ ഇടയായി. അന്നു മുതൽ ജയുമായുള്ള ബന്ധമുണ്ട്. അദ്ദേഹം അന്ന് സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടമാണ്. ആ സന്ദർഭം മുതൽ ജയുമായി പരിചയമുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ചൊരു സെക്ഷനിലായിരിക്കാൻ കർത്താവ് ഇടയാക്കുന്നു. അദ്ദേഹത്തിന്റെ ഇളയ മകൾക്കും കുടുംബത്തിനും ഞങ്ങളുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. സർവകൃപാലുവായ ദൈവം അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബം ചെയ്തവർക്ക് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്റെയും എന്റെ കുടുംബത്തിന്റെയും കായംകുളം അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെയും പ്രത്യേക ആശംസകൾ. കർത്താവൻ മഹത്വം മക്കളെ ഈ സമയം മുമ്പോട്ട് നിൽക്കുക. അവർക്ക് വേണ്ടി കൂടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കുടുംബജീവിതത്തിലേക്ക് കഴിഞ്ഞ ആഴ്ചയിൽ അവർക്ക് പ്രവേശിപ്പാൻ കർത്താവ് കൃപ കൊടുത്തവരുടെ കുടുംബജീവിതത്തെ ദൈവം ധന്യമായി അനുഗ്രഹിക്കേണ്ടതിന് ഈ മക്കൾക്ക് എല്ലാവിധ ആശീർവാദങ്ങളും നൽകി ആയുരാരോഗ്യ സന്താന സമ്പൽ സമൃദ്ധി കൊണ്ട് ദൈവം അവരെ അനുഗ്രഹിക്കേണ്ടതിന് സഭയായി നമുക്ക് ഒരുമിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വാത്സല്യ കർത്തൃദാസന്റെ കുടുംബത്തിൽ ദൈവം അവർക്ക് നൽകിയതായ കുഞ്ഞുങ്ങളിൽ ഇളയ പൈതലിന് ദൈവമായ കർത്താവെ അവളുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവ് അവസരം കൊടുത്തതോർത്ത് സ്തോത്രം. തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതമാണല്ലോ. ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളെയും ഒക്കെ അനുഗ്രഹിച്ച കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിച്ച് ജയോത്സവമായി നടത്തുമാറാകണമേ. യഹോവയായ ദൈവത്താൽ പണിയപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി ഈ മക്കൾ നിലനിൽക്കുവാൻ സ്വർഗമിടയാക്കണമേ. കർത്താവിന്റെ വരവരെയും അതല്ലെങ്കിൽ അവരുടെ മരണം വരെയും വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ചുകൊണ്ട് അവർക്കായിരിക്കാൻ സ്വർഗമിടയാക്കണമേ. ഇന്ന് പകൽക്കാല പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തില് നിന്റെ ദാസിദാസന്മാരായ ജനമായ ഞങ്ങൾ ഒരുമിച്ച് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരെന്നേക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ. അവരെ ഇരു കുടുംബങ്ങൾക്കും ഒരാശ്വാസം അനുഗ്രഹമാകട്ടെ. അവർ ഉൾപ്പെടുന്ന എല്ലാ സഭകൾക്കും ഒരു അനുഗ്രഹമാകട്ടെ. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഇന്ന് പകൽക്കാലം സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബഹുമാന്യരായ ദൈവദാസന്മാർക്കായും സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ ചോദിക്കുന്നത് കരുണയുണ്ടായി കേട്ടുത്തരമല്ലണം പരിശുദ്ധ പിതാവേ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. കർത്താവ് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനാം യേശു ക്രിസ്തുവിന്റെ കൃപ, ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും സഹവാസവും കാവലും നമ്മോട് നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കുടുംബജീവിതത്തിൽ പ്രവേശിച്ച വാത്സല്യ കുഞ്ഞുങ്ങളോടും അവരുടെ മാതാപിതാക്കളോടും ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇപ്പോഴും നമ്മുടെ കർത്താവിന് വീണ്ടും വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ചെയ്യാൻ നൽകുന്ന ദൈവത്തിന്റെ കരങ്ങൾ ഉയർത്തി മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ കർത്താവേ, അവിടെ ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ആഹാരപദാർത്ഥങ്ങൾക്കായിട്ട് സ്തോത്രം. വാഴ്ച ശുദ്ധീകരിക്കണേ കർത്താവേ. ഭക്ഷിച്ച് ബലപ്പെട്ട് മുഴുവനും അവിടുത്തെ മഹത്വത്തിനായിട്ട് എടുക്കണമേ. പിന്നെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങളെ ദൈവം അനുഗ്രഹിക്കുകയും പ്രതിഫലം കൊടുത്ത് മാനിക്കുകയും ചെയ്യും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. I love you, Lord.
For your mercy never fails me. All my days I've been held in your hand. From the moment that I wake up until I lay my head, I will sing of the goodness of God. I love you, Lord, for your mercy never fails me. All my days I've been held in your hand. From the moment that I wake up until I lay my head, I will sing of the goodness of God. 'Cause all my life you have been faithful. All my life you have been so, so good. With every breath that I am able, I will sing of the goodness of God. And all my life you have been faithful. And all my life you have been so, so good. With every breath that I am able, I will sing of the goodness of God. I love your voice. You have led me through the fire and darkest night. You are close like no other. I've known you as a father. I've known you as a friend. I have lived in the goodness of God. I love your voice. You have led me through the fire in darkest night. You are close like no other. I've known you as a father. I've known you as a friend. I have lived in the goodness of God. 'Cause all my life you have been faithful. And all my life you have been so, so good. With every breath that I am able, I will sing of the goodness of God. 'Cause all my life you have been faithful. 'Cause all my life you have been so, so good. With every breath that I am able, I will sing of the goodness of God. Your goodness is running after me. 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 With my life laid down, I surrender now. I give you everything. Your goodness is running after me. Yeah. Your goodness is running after me. Your goodness is running after me. With my life laid down, I surrender now. I give you everything. Your goodness is running after me. 'Cause all my life you have been faithful.
faithful. And all my life you have been so good. With every breath that I am in, I will sing of the goodness of God. I'm gonna sing of the goodness of God. I will sing of the goodness of God. Stand today like we always dreamed, starting out our life together. Light is in your eyes, love is in our hearts. I can't believe you're really mine forever. Been rehearsing for this moment all my life, so don't act surprised if the feeling starts to carry me away. On this day, I promise forever. On this day, I surrender my heart. Here I stand, take my hand, and I will honor every word that I say on this day. Not so long ago, this earth was just a field, a cold and lonely space without you. Now everything's alive, now everything's revealed, and the story of my life is all about you. Oh, if you feel the cold winds blowing through your nights, I will shout to you, I'm forever here to chase your fears away. On this day, I promise forever. On this day, I surrender my heart. Here I stand, take my hand, and I will honor every word I say on this I've been rehearsing for this moment all my life, so don't act surprised if the feeling starts to carry me away. On this day, I promise forever. On this day, I surrender my heart. Here we stand like God planned. Please say you'll always look at me this way, like on this day. On this day. We are
dance through the night, in our bones we can feel it. Aiming for the stars against the sky. When we are together, we are bright. We'll light up. We've been waiting for this moment to come. We were made for this adventure. We feel it in our blood. We'll light up. Eyes open wide and the world is before us. We are the sound of a beautiful chorus, holding to the feeling, you and I. When we are together, we are bright. We'll light up. We've been waiting for this moment to come. We were made for this adventure. We feel it in our blood. We'll light up. We have everything we need and we know we were made for this adventure and we were made to go. We'll light up. We'll light up. Aiming for the stars against the sky. When we are together, we are bright. We'll light up. We've been waiting for this moment to come. We were made for this adventure. We feel it in our blood. We'll light up. We have everything we need and we know we were made for this adventure and we were made to go. We'll light up. It's no coincidence and it's no luck, yeah. I know it comes from above. I cause miracles and miracles, a million little miracles. Miracles and miracles, conjure miracles. 1, 2, 3, 4, I can't even count them all. All my life I've been carried by grace. Don't ask me how, 'cause I can't explain. It's nothing short of a miracle. I'm here. I got some
conjure miracles. 1, 2, 3, 4. I can't even count 'em all. Miracles of miracles, a million little miracles, yeah. Miracles of miracles, conjure miracles. 1, 2, 3, 4. I can't even count 'em all. I can't even count 'em all.
Before this moment, we walked separate ways, through lonely nights and hopeful searching days. Then God's own plan began to clearly show a love like ours designed to truly grow. Two hearts now joined by heaven's perfect tie, under His grace, just you and I. You and I, together we are one. A new beginning under God's bright sun. His love our anchor, strong and ever true. Forever walking, just me and you. Through every season, joy or gentle rain, we'll face tomorrow, easing every pain. Your hand in mine, His Spirit close by side, in perfect trust, where true love can abide. Oh, two hearts now joined by heaven's perfect tie, under His grace, just you and I.